Scheme 2024 Scorecard published. Website www.ce.kerala.gov.in. Scheme 2024 കേരള എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി എൻട്രൻസ് എക്സാമിൻ്റെ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ ദിസ് ഇയർ CBT ഫോം ആയിരുന്ന എക്സാം June 5 തൊട്ടിട്ട് June 10 വരെ നടത്തിയിരുന്ന സ്കീം എക്സാമിൻ്റെ സ്കോർ കാർഡാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തത്. വെബ്സൈറ്റ് www.ce.kerala.gov.in പോയിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ കയറിയിട്ട് അവിടെ റിസൾട്ട് ഉണ്ടാകും. റിസൾട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കാണാവുന്നതാണ്. ദ ഫൈനൽ ആൻസർ കീ വാസ് പബ്ലിഷ്ഡ് ഇൻ വെബ്സൈറ്റ് ആണ്. അപ്പോൾ 5/6/2024 ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം 44 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും 45/44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഫിസിക്സിൻ്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്തത്. കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കെമിസ്ട്രിയിൽ കാൽക്കുലേറ്റ് ചെയ്തത് ഓരോ ക്വസ്റ്റ്യനും, അതായത് 29 ക്വസ്റ്റ്യനിൽ ഓരോ ക്വസ്റ്റ്യനും 30/29 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കെമിസ്ട്രി കാൽക്കുലേറ്റ് ചെയ്തത്. മാത്സ് ആണെങ്കിൽ 75 ക്വസ്റ്റ്യൻസിൽ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 75/74 വെച്ചിട്ട് ഈച്ച് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 6/6/2024 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 43 ആകുമ്പം 45/43 കൊണ്ട് ഓരോ ക്വസ്റ്റ്യനെയും മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ അത് ഫിസിക്സിലായിരുന്നു. പിന്നെ 7/6/2024 2 ക്വസ്റ്റ്യൻ ഫിസിക്സും ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 45/43 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ 30/29 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടും 75/74 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഓരോന്നിൻ്റെയും സ്കോർ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി 8/6/2024 ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിസിക്സിൽ. അപ്പോൾ 45/43 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഓരോ അതും. പിന്നെ മാത്സിൽ 2 ക്യാൻസൽ ചെയ്തതുകൊണ്ട് തന്നെ 75/73 കൊണ്ട് ഓരോ ക്വസ്റ്റ്യൻസിനെയും മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ 9/6/2024 ഫിസിക്സിൽ 3 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അപ്പം ഓരോന്നിനെയും 45/42 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ കെമിസ്ട്രിയിൽ 1 ക്യാൻസൽ ചെയ്തു. അപ്പം 30/29 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മാത്സിൽ 4 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതുകൊണ്ട് തന്നെ 75/71 കൊണ്ടിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും മൾട്ടിപ്ലൈ ചെയ്തത്. അങ്ങനെയാണ് ഓരോന്നിനും മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, the score thus obtained by the candidates in maths, physics and chemistry sections are added to get the total score. So അങ്ങനെ ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ടോട്ടൽ സ്കോർ. And the score obtained by candidates in physics, chemistry are added to get the total score in the candidates in pharmacy entrance examination, and the same is normalized. Rank list for engineering course shall be prepared by giving equal weightage of 50-50 to normalized score obtained in entrance examination for engineering and grade marks obtained in final year of the qualifying examination for maths, physics and chemistry. അതായത് 50-50 റേഞ്ച് വെച്ചിട്ടായിരിക്കും അതിടുന്നത്. അതായത് 50% നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്കോർ വെച്ചിട്ടും 50% നിങ്ങളുടെ +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ സ്കോർ വെച്ചിട്ടായിരിക്കും റാങ്ക് ഉണ്ടാക്കുന്നത്. ആൻഡ് after effecting standardization procedure as described in clause 9.7.4, qualifying in engineering entrance examination is subject to prospectus clause 9.7.5 ആണ്. The rank list for B.Pharm course shall be prepared on the basis of index mark calculated as per clause 9.74 of prospectus of scheme 2024 out of normalized scores obtained by physics and chemistry. So ഇത്രയാണ്. സോ നിങ്ങളുടെ സ്കീമിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov.in പോയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ എന്തുണ്ടെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ +2 സ്കോർ അപ്ലോഡ് ചെയ്യാൻ പെട്ടെന്ന് വരും. സോ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, താങ്ക് യു.